ഹലോ, ഇന്നൊരു പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ എസ്കലേറ്ററിൽ എങ്ങനെ കയറാമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ പച്ച ആരോ മാർക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടാവും. അതാണ് നമ്മുടെ പോകുന്ന ദിശ കാണിക്കുന്നത്. പിന്നെ അതിൽ മുകളിൽ തന്നെ നമുക്കൊരു കറുത്ത ബെൽറ്റ് ഉണ്ട്. ബെൽറ്റിൽ കൈ വെക്കുന്നതോട് കൂടി കാല് കൂടെ വെക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ വെച്ചിട്ട് കാല് ഒരിക്കലും പെട്ടെന്ന് വെച്ചുകൊണ്ട് അവിടെ നിൽക്കരുത്, കാല് പോവും. അപ്പോൾ നമ്മൾ വെക്കേണ്ട രീതി ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ വെച്ച് വെച്ച് കളിക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം വെക്കേണ്ട രീതി ഒന്ന് നോക്കുക. കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. നമ്മൾ കാല് വലത് കാല് വെക്കാൻ നോക്കുക. ആ കാല് വെച്ചാൽ ഉടൻ തന്നെ മറ്റേ കാല് മെല്ലെ എടുത്ത് ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് നമുക്ക് ഇതാ ഇപ്പോൾ ചെയ്ത് കണ്ടില്ലേ, മെല്ലെ വലത് കാല് വെക്കുക. വെച്ചതിനുടനെ മറ്റേ കാല് പൊന്തിച്ചാൽ മതി അവിടുന്ന്. അപ്പോൾ ആദ്യം വെച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ വെച്ചത് ഉടനെ തന്നെ നമ്മൾ അടുത്ത കാല് അവിടുന്ന് പൊന്തിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഫ്രണ്ടത്തെ വെച്ച കാല് ഫ്രണ്ടിലോട്ട് പോകുന്നതോട് കൂടിയിട്ട് നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴും അതേ രീതിയിൽ വലത് കാല് വെക്കുക, മെല്ലെ ഇറങ്ങാൻ നടക്കുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് അവിടുന്ന് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ നമ്മൾ കയറി പോകുന്നത് കണ്ടത്. ഇപ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദിശ ഇവിടെ ആരോമാർക്ക് കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇനി ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. രണ്ടും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരേമാതിരിക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ രണ്ടും വേറെ വേറെയാണ്. ഇറങ്ങുമ്പോൾ ഇത്ര തന്നെ. നമ്മൾ വലതുകാല് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് വലതുകാല് വെക്കുന്നതോട് കൂടി ഇടതുകാലം ഒപ്പം വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വലതുകാല് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിങ്ങനെ 2 പ്രാവശ്യം ഒരേ രീതി കാണിക്കാൻ കാരണം നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വലതുകാല് വെച്ചു, സിമ്പിളായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ മറ്റേ കാലം ഇങ്ങനെ കാത്തു നിൽക്കരുത്. ഇപ്പോൾ ഇറങ്ങി പോവാണ്. നേരത്തെ നമ്മൾ കയറി പോകുന്നതാണ് കണ്ടത്. ഇപ്പോൾ 2 കാലം ഒരുമിച്ച് ആദ്യം ഒരു കാല് വെക്കുക, രണ്ടാമത് മെല്ലെ ആ വെച്ചാലുടൻ മറ്റേ കാല് മെല്ലെ പൊന്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് അതുപോലെ തന്നെ വലതുകാലം മെല്ലെ വെക്കുക, അറിയാത്ത രീതിയിൽ നടന്നു പോകാം. സിമ്പിളാണ് കാര്യങ്ങൾ.